ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റത്തിന്റെ വലിയൊരു കാഹളം മുഴക്കിക്കൊണ്ടാണ് 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഇന്ന് 12 വർഷങ്ങൾ അഥവാ ഒരു വ്യാഴവട്ടം പൂർത്തിയാക്കി നിൽക്കുമ്പോൾ രാജ്യം ഒരു വലിയ ചർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ത്യ മോദിക്ക് മുൻപ് എങ്ങനെയായിരുന്നു, മോദിക്ക് ശേഷം എങ്ങനെയായി മാറി? കേവലം ഒരു ഭരണമാറ്റത്തിനപ്പുറം രാജ്യത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, നയതന്ത്ര മേഖലകളുടെ ഘടനയെ തന്നെ മാറ്റിമറിച്ച ഒരു കാലഘട്ടമായാണ് ഈ 12 വർഷങ്ങളെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ദീർഘകാലത്തെ കോൺഗ്രസ് ഭരണത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഭരണശൈലി കാഴ്ചവെച്ച മോദി സർക്കാർ ഇന്ത്യയെ എങ്ങോട്ടേക്കാണ് നയിച്ചത് എന്ന ചോദ്യം അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കുമിടയിൽ ഒരുപോലെ സജീവമാണ്. ഈ 12 വർഷത്തെ ഭരണത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും, ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിലുണ്ടായ മാറ്റങ്ങളും, ആഗോളതലത്തിൽ രാജ്യം കൈവരിച്ച പദവിയും വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അടിത്തറ പാകിയത് ദശാബ്ദങ്ങൾ നീണ്ട കോൺഗ്രസ് ഭരണമായിരുന്നു എന്നതിൽ തർക്കമേയില്ല. IIT-കൾ, ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ, വൻകിട പൊതുമേഖലാ സ്ഥാപനങ്ങൾ, 90കളിലെ സാമ്പത്തിക ഉദാരവൽക്കരണം എന്നിവയെല്ലാം കോൺഗ്രസ് സർക്കാരുകളുടെ സംഭാവനയായിരുന്നു. എന്നാൽ 2010 തുടക്കത്തോടെ രാജ്യം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. കൽക്കരി കുംഭകോണം, 2G സ്പെക്ട്രം അഴിമതി തുടങ്ങിയ വൻകിട അഴിമതി ആരോപണങ്ങളും നയരൂപീകരണത്തിലെ നിശ്ചലതയും അന്നത്തെ UPA സർക്കാരിൻ്റെ പ്രതിച്ഛായയെ വലിയ രീതിയിൽ ബാധിച്ചു. ആഗോള സാമ്പത്തിക രംഗത്ത് ഇന്ത്യയെ ഏറ്റവും ദുർബലമായ 5 രാജ്യങ്ങളുടെ, അതായത് ഫ്രോഗിൽ 5 പട്ടികയിലാണ് അന്ന് ഉൾപ്പെടുത്തിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് അച്ഛേ ദിൻ അഥവാ നല്ല നാളുകൾ എന്ന ആകർഷകമായ വാഗ്ദാനവുമായി നരേന്ദ്രമോദി രംഗപ്രവേശം ചെയ്യുന്നത്. അഴിമതിരഹിത ഭരണം, വേഗതയേറിയ വികസനം, ശക്തമായ നേതൃത്വം എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന മുദ്രാവാക്യങ്ങൾ. 2014 വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന NDA സർക്കാർ കോൺഗ്രസ് ഭരണകാലത്തെ മെല്ലപ്പോക്ക് നയങ്ങൾക്ക് വിരുദ്ധമായി കടുത്തതും വിപ്ലവകരവുമായ തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നതാണ് രാജ്യം പിന്നീട് കണ്ടത്. ഭരണ സംവിധാനങ്ങളിലെ ചുവപ്പ് നാടകൾ ഒഴിവാക്കാനും സാങ്കേതികവിദ്യയെ ഭരണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റാനും മോദി സർക്കാർ തുടക്കം മുതലേ ശ്രദ്ധ ചെലുത്തി. മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിജയമായി ഉയർത്തിക്കാട്ടാവുന്നത് രാജ്യത്തുണ്ടായ ഡിജിറ്റൽ മുന്നേറ്റമാണ്. ഒരു കാലത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾക്കും ബാങ്ക് അക്കൗണ്ടുകൾ പോലും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ജൻധൻ യോജനയിലൂടെ കോടിക്കണക്കിന് സാധാരണക്കാരെ ബാങ്കിംഗ് സംവിധാനത്തിൻ്റെ ഭാഗമാക്കാൻ സർക്കാരിന് കഴിഞ്ഞു. ഇതിനെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുമായി ബന്ധിപ്പിച്ചപ്പോൾ രൂപം കണ്ട UPA അഥവാ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. ഒരു ചെറിയ പച്ചക്കറി വ്യാപാരി മുതൽ വൻകിട മോളുകൾ വരെ ഒരുപോലെ ഡിജിറ്റൽ പണമിടപാടുകൾ നടത്തുന്ന കാഴ്ച ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ സുതാര്യമാക്കി. സബ്സിഡികൾ നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി അഴിമതിയും ഇടനിലക്കാരുടെ ചൂഷണവും വലിയൊരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ദൃശ്യമായ മറ്റൊരു മാറ്റം അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ്. ദേശീയ പാതകളുടെ നിർമ്മാണത്തിൽ രാജ്യം മുൻപെങ്ങുമില്ലാത്ത വേഗതയാണ് കൈവരിച്ചത്. റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി വന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. ഗ്രാമീണ മേഖലകളിൽ വൈദ്യുതി എത്തിക്കുന്നതിലും സ്വച്ഛ് ഭാരത് ദൗത്യത്തിലൂടെ കോടിക്കണക്കിന് ശൗചാലയങ്ങൾ നിർമ്മിച്ചതിലും ഉജ്ജ്വല യോജനയിലൂടെ പാവപ്പെട്ട വീടുകളിൽ പാചകവാതകം എത്തിച്ചതിലും സർക്കാർ വലിയ വിജയം കണ്ടു. നികുതി ഘടന ലളിതമാക്കിക്കൊണ്ട് നടപ്പിലാക്കിയ GST സംസ്ഥാനങ്ങൾക്കിടയിൽ നികുതി അതിർവരമ്പുകൾ ഇല്ലാതാക്കി ഇന്ത്യയെ ഒറ്റ വിപണിയാക്കി മാറ്റി. വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ മുൻപ് പുലർത്തിയിരുന്ന ചേരിചേരാ നയത്തിൽ നിന്നും മാറി സ്വന്തം ദേശീയ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു തന്ത്രപരമായ സ്വയംഭരണ, അതായത് സ്ട്രാറ്റജിക് ഓട്ടോണമി നയമാണ് മോദി സർക്കാർ സ്വീകരിച്ചത്. മുൻകാലങ്ങളിൽ ഇന്ത്യയുടെ വിദേശ നയം പലപ്പോഴും പാകിസ്ഥാനുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ആഗോളതലത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്നത്. എന്നാൽ മോദി ഭരണത്തിൻ്റെ കീഴിൽ ഇന്ത്യ ആ ചട്ടക്കൂട് പൊളിച്ചടുക്കി. പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ലോകത്തെ വൻ ശക്തികളായ അമേരിക്ക, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി തുല്യശക്തി എന്ന നിലയിൽ ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധകാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. ഇന്ത്യയുടെ G20 അധ്യക്ഷ പദവി ആഗോളതലത്തിൽ രാജ്യത്തിൻ്റെ നയതന്ത്ര ശേഷി വിളിച്ചോതുന്നതായിരുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നേടാനും ആപ്പിൾ പോലെയുള്ള ആഗോള കമ്പനികളെ ഇന്ത്യയിൽ ഉൽപ്പാദനം തുടങ്ങാൻ ആകർഷിക്കാനും സർക്കാരിന് സാധിച്ചു. ഇന്ന് ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നത് വെറുമൊരു വിപണിയായല്ല, മറിച്ച് ആഗോള പ്രതിസന്ധികളിൽ പരിഹാരം കാണാൻ ശേഷിയുള്ള ഒരു നിർണായക ശക്തിയായാണ്.
മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും വിവാദമായതുമായ ഒരു മേഖലയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അഥവാ ഫെഡറലിസം. സർക്കാർ ഇതിനെ സഹകരണ ഫെഡറലിസം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതിനെ കടുത്ത അധികാര കേന്ദ്രീകരണമായാണ് കാണുന്നത്. ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വർദ്ധിപ്പിച്ചു നൽകിയതും GST കൗൺസിൽ സംസ്ഥാനങ്ങൾക്ക് തുല്യ പങ്കാളിത്തം ഉറപ്പാക്കിയതും കേന്ദ്ര സർക്കാർ തങ്ങളുടെ നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടുന്നു. നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ ഭരണം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു കാലഘട്ടമാണ് എന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല. ഇന്ത്യയെ ഡിജിറ്റലായും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും ഒരു ആധുനിക രാജ്യമാക്കി മാറ്റുന്നതിൽ ഈ ഭരണകൂടം വലിയ പങ്ക് വഹിച്ചു. ആഗോളതലത്തിൽ ഭാരതത്തിന്റെ ശബ്ദത്തിന് ഇന്ന് കൂടുതൽ കരുത്തുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.